ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. അധിനിവേശ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച യാങ്കി ഭരണകൂടം ഇതാ വീണ്ടും ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തെ ആക്രമിക്കുന്നു. ജനാധിപത്യ മാർഗത്തിൽ വെനസ്വേലൻ ജനത തിരഞ്ഞെടുത്ത അവരുടെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ബന്ദിയാക്കി ആ രാജ്യത്ത് നിന്ന് കടത്തുന്നു. എന്താണ് മഡൂറയ്ക്കും ഭാര്യ സിലിയയ്ക്കും സംഭവിച്ചതെന്ന് ട്രംപിൻ്റെ ചുണ്ടിൽ നോക്കേണ്ട ഗതികേടിലാണ് ലോകം. തിന്മയുടെ അച്ചുതണ്ടെന്ന് പ്രഖ്യാപിച്ച് ഇറാഖിനും ഇറാനും ലിബിയയ്ക്കുമൊപ്പം വെനസ്വേലയ്ക്കും അമേരിക്ക തിട്ടൂരമിറക്കിയതാണ് പണ്ടേ. വർഷങ്ങൾക്ക് മുമ്പ് 1976 പെരേസിൻ്റെ നേതൃത്വത്തിൽ വെനസ്വേലയുടെ എണ്ണ മുതൽ ദേശസാൽക്കരിച്ചത് മുതൽ തുടങ്ങിയതാണ് അമേരിക്കയുടെ ഈ തെറിപ്പ് തിളപ്പ്. ഹ്യൂഗോ ഷാവേസ് എന്ന കരുത്തിൻ്റെ നടപടിയിൽ അത് കൂടുതൽ മൂർച്ഛിച്ചു. ഇതാ തൊഴിലാളി വർഗ രാഷ്ട്രീയം പേറുന്ന തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവരുടെ പ്രസിഡന്റിനെ ബന്ദിയാക്കുന്നു. ഷാവേസിനോടും പണ്ട് ഇതൊക്കെ പയറ്റിയതാണ്. പക്ഷേ വർദ്ധിത വീര്യത്തോടെ അദ്ദേഹം തിരികെ എത്തി മാസായി മാറി. മഡൂറോയും മാസായി തിരികെ എത്തും. വെനസ്വേലൻ തെരുവീഥികളിലെ അനുഭവ സമ്പത്തിൻ്റെ രാഷ്ട്രീയ കരുത്ത് അദ്ദേഹത്തിന് കൈമുതലാണ്. ടവർ കെട്ടി ബിസിനസ്സും തോന്നിവാസങ്ങളും കൈമുതലായ പ്രസിഡന്റ് അല്ല ട്രംപേ മഡൂറോ. മയക്കുമരുന്ന് ആരോപിച്ച് എണ്ണക്കൊതിമൂത്ത് ലാഭാധിഷ്ഠിത താൽപ്പര്യത്തിൻ്റെയും സാമ്രാജ്യത്വ ഹുങ്കിൻ്റെയും ഘനീഭവിച്ച അമേരിക്കൻ അഹങ്കാരത്തിന് ലാറ്റിൻ അമേരിക്കൻ മണ്ണ് പകരം ചോദിക്കാതിരിക്കില്ല. അമേരിക്ക എന്ന തെമ്മാടി രാഷ്ട്രത്തിൻ്റെ സീമകൾ ലംഘിച്ച നടപടിയുടെ അടിത്തറ എന്ത്, തുടർന്നുള്ള പരിണാമങ്ങൾ എന്താകും? റഷ്യയും ഇറാനുമടക്കം ലോകത്തെ രാജ്യങ്ങൾ അമേരിക്കൻ ധാർഷ്ട്യത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. 7ാം കപ്പൽപ്പടയെ പാകിസ്ഥാനായി ഇന്ത്യക്കെതിരെ നിരത്തിയ അമേരിക്കയ്ക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടെന്ത്? CPIM അത് ചോദിച്ചിട്ടുണ്ട്. വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPIM-ഉം CITU-വും രംഗത്തെത്തിയിട്ടുണ്ട്. USSR-ൻ്റെ അഭാവത്തിൽ ആരുണ്ടിനി ഈ അക്രമിക്കഴുകൻ്റെ ചിറകരിയാൻ? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ജോസഫ് ആൻ്റണി, വിദേശകാര്യ വിദഗ്ധൻ; ജോർജ് ജോസഫ്, വിദേശകാര്യ വിദഗ്ധൻ; M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ; A സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ആദ്യം ശ്രീ ജോസഫ് ആൻ്റണിയിലേക്ക്. ശ്രീ ജോസഫ് ആൻ്റണി, അസ്വസ്ഥതയാണ്. USSR-ൻ്റെ പതനം മുതൽ തന്നെ അമേരിക്കയുടെ ഈ ഏകാധിപത്യ നീക്കം ലോകത്തിലെ പൗരബോധമുള്ള മുഴുവൻ ജനതയെയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അതിൻ്റെ മൂർധന്യത്തിൽ ഇതാ എത്തിയിരിക്കുന്നു. വെനസ്വേല എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ആക്രമിക്കുന്നു, അവരുടെ പ്രസിഡന്റിനെ ബന്ദിയാക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അത് ട്രംപ് പറയുന്നതനുസരിച്ചെന്ന് BBC-ക്ക് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. ജോസഫ് ആൻ്റണി. വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ലോകരാഷ്ട്രീയം പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ട്രംപിൻ്റെ വെനസ്വേലയിലെ നടപടി. നമുക്കറിയാം, 2ാം ഊഴത്തിൽ ട്രംപ് വന്നതിന് ശേഷം ലോകത്തെ ഒട്ടാകെ സാമ്പത്തിക അരാജകാവസ്ഥയിലേക്ക് തള്ളിവിട്ടു അദ്ദേഹത്തിൻ്റെ ചുങ്കപ്രഖ്യാപനങ്ങളിലൂടെ. ആ അസ്വസ്ഥത, സാമ്പത്തികമായ അസ്വസ്ഥതയും അരാജകത്വവും പ്രതിസന്ധിയും നിലനിൽക്കുമ്പോഴാണ് ലോകത്തെ രാഷ്ട്രീയമായ അരാജകത്വത്തിലേക്കും അശാന്തിയിലേക്കും തള്ളിവിടുന്ന നടപടിയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഞാനൊരു പീസ് പ്രസിഡൻ്റാണെന്നാണ്, സമാധാനം കൊണ്ടുവരാൻ നിൽക്കുന്ന പ്രസിഡൻ്റാണെന്നാണ്. പക്ഷേ നമ്മൾ കാണേണ്ട അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ കാര്യം, ആ പീസ് പ്രസിഡന്റ് ചെയ്ത ഒന്നാമത്തെ കാര്യം, അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിൻ്റെ പേര് തന്നെ യുദ്ധവകുപ്പ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ എന്നാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്നതായിരുന്നു ആ നടപടി. അങ്ങനെയുള്ള അദ്ദേഹം, നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ നൊബേൽ സമ്മാനം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. തീർച്ചയായും ജോസഫിന് കേൾക്കാം. നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചത് കിട്ടിയത് കേൾക്കാം പ്രതിപക്ഷ നേതാവ് മരിയ മെച്ചാഡോയ്ക്കാണ്. മരിയ മെച്ചാഡോയ്ക്ക്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ മെച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയതിന് ശേഷം മുതൽ വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി വെനസ്വേലയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആക്രമിക്കാനും കൃത്യമായ പദ്ധതിയോടുകൂടിയിട്ട് ട്രംപ് നടപടി ആരംഭിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു, മദുറോ എന്ന് പറയുന്ന പ്രസിഡന്റ് നാർക്കോ ടെററിസ്റ്റാണ്, അദ്ദേഹത്തിനെതിരായിട്ട് ഞങ്ങൾ $50 ബില്യൺ ഇനാം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം വെനസ്വേലയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ ഇതാ മയക്കുമരുന്ന് കള്ളക്കടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ബോട്ടുകളെ ആക്രമിച്ച് 30ഓളം ബോട്ടുകളെ ആക്രമിച്ച് 107ഓളം ആളുകളെ കൊന്നു.
ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ ഇതുവരെ ഈ നിമിഷം വരെ നിക്കോളാസ് മദുരോ എന്ന് പറയുന്ന വെനസ്വേലയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും ഭാര്യയെയും ഈ ഒരു ഗൂണ്ടാ സംഘം ഈ കിഡ്നാപ്പിംഗ് എന്നൊക്കെ പറയുന്ന തരത്തിൽ അതിക്രമിച്ച് കയറി പിടിച്ചോണ്ട് പോയതുപോലെയുള്ള നടപടികൾ ചെയ്ത ഈ നിമിഷം വരെ ഏത് തരത്തിലാണ് ഇദ്ദേഹം മയക്കുമരുന്ന് കള്ളക്കടത്ത് വെനസ്വേല എന്ന് പറയുന്ന രാജ്യവും മഡുറോയും എങ്ങനെയാണ് കള്ളക്കടത്ത് നടത്തിയത് എന്നുള്ളതിന് ഒരു ചെറിയ ശതമാനം പോലും തെളിവുകൾ അന്തർദേശീയ സമൂഹത്തിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ ട്രംപ് പറയുന്നത് ഫെൻറ്റനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുകയും അതിൻ്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് അമേരിക്കക്കാർ എല്ലാ വർഷവും മരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. ഫെൻറ്റനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് വെനസ്വേലയിൽ നിന്നാണോ? വെനസ്വേലയിൽ നിന്ന് നമുക്കറിയാം ലാറ്റിൻ അമേരിക്കയിലെ 33 രാജ്യങ്ങളിൽ ഏതാണ്ട് ഭൂരിഭാഗം രാജ്യങ്ങളും ഈ പറഞ്ഞ തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരവുമായി വർഷങ്ങളായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ മയക്കുമരുന്ന് വ്യാപാരത്തേക്ക് ആരാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയണം. മയക്കുമരുന്ന് വ്യാപാരത്തെ ആഗോളതലത്തിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്ക കൂടിയിട്ടാണ്. അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മയക്കുമരുന്നിനെ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന രാജ്യം ആണ് അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ട കാര്യം കൊക്കൈൻ എന്ന് പറയുന്ന ആകെ മയക്കുമരുന്നിൻ്റെ കൊക്കൈൻ കള്ളക്കടത്തിൻ്റെ വെറും 5% മാത്രമാണ് വെനസ്വേല കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ളതാണ് ആധികാരികമായ കണക്ക്. എന്നാൽ ഈ രാജ്യത്ത് നിന്ന് ഫെൻറ്റനിൽ പോകുന്നതേയില്ല. ഫെൻറ്റനിൽ അമേരിക്കയിൽ എത്തുന്നത് മെക്സിക്കോയിൽ നിന്നും കൊളംബിയയിൽ നിന്നുമാണ്. അപ്പോൾ ഈ ആക്രമണം വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള ഈ ആക്രമണം അമേരിക്ക കടുപ്പിച്ചതോടുകൂടിയിട്ട് അമേരിക്കയിലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ഫെൻറ്റനിലെതിരായിട്ട് മയക്കുമരുന്നിനെതിരായിട്ട് ആക്രമണമാണ് ഈ ട്രംപ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് 4500 കിലോമീറ്റർ അകലെ കിടക്കുന്ന വെനസ്വേലയിലേക്കല്ല പോകേണ്ടത്. അമേരിക്കയുടെയും മെക്സിക്കോയുടെയും അതിർത്തി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറത്ത് അമേരിക്കയിലെ ഈ മെക്സിക്കോയുടെ ഈ അതിർത്തിയിൽ ഉടനീളം ഈ ഫെൻറ്റനിൽ ലാബുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ഫെൻറ്റനിൽ ലാബുകളെ തറക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ അദ്ദേഹം എന്തുകൊണ്ട് വെനസ്വേലയിലേക്ക് പോയി? ഫെൻറ്റനിൽ കള്ളക്കടത്തിലേക്ക് യാതൊരു റോളുമില്ലാത്ത വെനസ്വേലയിലേക്ക് പോയതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ മയക്കുമരുന്നല്ല പ്രശ്നം, അവിടുത്തെ എണ്ണ നിക്ഷേപവും ധാതു നിക്ഷേപവുമാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഭരണകൂടങ്ങൾ അധികാരത്തിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അവരെ ഇരുത്താൻ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാണ്. ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ കാണണം. ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ട്രംപിൻ്റെ കള്ളക്കളി അതെന്ന് പറയുന്നത് ഹോണ്ടുറാസിൻ്റെ പഴയ പ്രസിഡന്റ് മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ആ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന യുവാൻ ഹെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തിയെ അമേരിക്ക 40 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട ഈ ജയിലിൽ കിടക്കുന്ന ഈ ജുവാൻ ഹെർണാണ്ടസ് എന്ന് പറയുന്ന ആളിനോടുള്ള സമീപനം എന്താണ്? ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയ ആളിനെ ഞാൻ മാപ്പ് കൊടുത്ത് വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഭാഗത്ത് മയക്കുമരുന്ന് കള്ളക്കടത്തിൽ വ്യാപകമായി ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് മാപ്പ് കൊടുക്കുകയും ഇതിനകത്ത് ഏർപ്പെടാത്ത ആളുകളെ ഈ സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനസ്വേലയിൽ കടന്നു കയറി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ലാറ്റിൻ അമേരിക്കയിലെ ഭരണകൂടങ്ങൾ അടുത്തതായിട്ട് അദ്ദേഹം കൊളംബിയയിൽ ട്രംപിൻ്റെ വിമർശകനാണ് പെദ്രോയെ പിന്നെ അതിൻ്റെ തലസ്ഥാനത്ത് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി വരത്തില്ലേ? മെക്സിക്കോ അദ്ദേഹത്തിൻ്റെ വിമർശകയാണ്. മെക്സിക്കോയുടെ പ്രസിഡന്റ്, മെക്സിക്കോയുടെ ഷോംബാം എന്ന് പറയുന്ന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരത്തില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുൾമുനയിൽ ലാറ്റിൻ അമേരിക്കയിലെ 33 രാജ്യങ്ങളിലെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തൻ്റെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന അജണ്ടയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇങ്ങനെ നടപ്പിലാക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ഇവിടെ അന്തർദേശീയ സമൂഹമുണ്ട്, അന്തർദേശീയ നിയമങ്ങളുണ്ട്, അന്തർദേശീയ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഈ നിയമങ്ങളോ പുല്ലുവില പോലും ഡൊണാൾഡ് ട്രംപ് കൊടുത്തിട്ടില്ല എന്ന് കൂടി കാണണം. നാഴികയ്ക്ക് 40 വട്ടം ചൈനയുടെ നടപടികളെ, ഇപ്പോൾ ദക്ഷിണ ചൈന കടലിൻ്റെ പ്രശ്നമാണെങ്കിലും തായ്വാൻ്റെ പ്രശ്നമാണെങ്കിലും നാഴികയ്ക്ക് 40 വട്ടം അമേരിക്ക പറയുന്നൊരു കാര്യമുണ്ട്. ചട്ടപ്രകാരമുള്ള ലോകക്രമം, റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ചട്ടപ്രകാരമുള്ള ലോകക്രമം അംഗീകരിക്കുക. ഈ ഒരു വെനസ്വേലൻ പ്രസിഡന്റിനെ പിടികൂടേണ്ടത് എന്തൊരു തോന്നിവാസമാണ് കാട്ടുന്നത്. അല്ല, ഇത് പുതിയ കാര്യമല്ലല്ലോ. 1989 പനാമ എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റായിരുന്ന ജനറൽ മാനുവൽ നൊറീഗ അദ്ദേഹത്തിന്റെ പനാമയിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കടന്നു കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അസുഖബാധിതനായി
അതെ, അപ്പോൾ അദ്ദേഹം അവസാനം രോഗബാധിതനായപ്പോഴാണ് തിരിച്ച് പനാമയിലെത്തി. 2017 അദ്ദേഹം മരിച്ചു. ജീവിതത്തിൻ്റെ കൂടുതൽ സമയവും അമേരിക്കൻ ജയിലിലാണ് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഒരു കള്ള പ്രചരണം നടത്തിക്കൊണ്ട്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ 2003 സംഭവിച്ചെന്താണ്. 2003 ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആളുകളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള മരുന്നുകൾ, എന്താണ് അപകടകരമായ രാസായുധങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ആക്രമണിച്ചത്. എന്നിട്ട് അവസാനം സദ്ദാം ഹുസൈനെ പിടിച്ചടക്കി കൊണ്ടുവന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? ഒരു മൂക്കിപ്പൊടിയുടെ വലിപ്പത്തിലുള്ള രാസായുധം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ വ്യാജമായ പ്രചരണം സൃഷ്ടിക്കുക, അതിന് പ്രചാരം കൊടുക്കുക, മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക, എന്നിട്ട് ആ രാജ്യത്തെ പട്ടിയെ പേപ്പട്ടി എന്ന് പറയുന്ന പോലെ ആക്കിയിട്ട് അവിടെ ആക്രമണം നടത്തുക. ഇതെന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം നിരന്തരമായി, നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ 1823 മൺട്രോ ഡോക്ട്രിൻ പുറപ്പെടുവിച്ചത്. മൺട്രോ ഡോക്ട്രിൻ പുറപ്പെടുവിച്ചത് എന്താണ്? ആ പ്രദേശം, ഈ 33 രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന 33 രാജ്യങ്ങൾ ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഭൂമി പോലെയാണ്. അവിടെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അവിടെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കന്മാരെ കൊല്ലുക, പട്ടാള ഭരണാധികാരികളെ വാഴിക്കുക, അവർക്ക് തോന്നുന്ന കണക്ക് അവിടുത്തെ ധാതുക്കളും അവിടുത്തെ റിസോഴ്സസും ചൂഷണം ചെയ്യുക. ഇതാണല്ലോ അവിടെ നടന്നുകൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള രാഷ്ട്രീയമാണ് കഴിഞ്ഞ 200 വർഷത്തിലേറെയായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളുടെ എല്ലാം മുഖ്യ കാരണം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക ചൂഷണം ചെയ്യുക, അമേരിക്ക ഭീഷണിപ്പെടുത്തുക, അമേരിക്ക ഭരണമാറ്റം നടത്തുക, ഇതെല്ലാം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെതിരായി പിടിച്ചു നിൽക്കുന്ന രാജ്യങ്ങളാണ് ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ആ ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ നൽകുന്നത് വെനസ്വേലയാണ്. ഇങ്ങനെ ഭരണകൂടത്തെ അട്ടിമറിക്കാനോ ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താനോ ശ്രമിച്ചാൽ ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ നൽകുന്നതിനകത്ത് ഇടപെടാൻ കഴിയും. അങ്ങനെ അവരെ കൂടി ദുർബലപ്പെടുത്താൻ കഴിയും. മുഴുവൻ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ട്രംപ് ഈ വെനസ്വേലയിൽ ഇടപെട്ടിരിക്കുന്നത്. അത് എല്ലാവിധത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളുടെയും ചട്ടലംഘനമാണ്, തെമ്മാടിത്തരമാണ് വാസ്തവം പറഞ്ഞാൽ. തീർച്ചയായും. ശ്രീ ജോർജ് ജോസഫ്, നോക്കൂ, ഇവിടെ ഇതിൻ്റെ ഒക്കെ താല്പര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ വെപ്പൺസ് ഫോർ മാസ് ഡിസ്ട്രക്ഷൻ, ഇതായിരുന്നു ഇറാഖിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്. സദ്ദാം ഹുസൈനെ ആ അർത്ഥത്തിൽ ബന്ദിയാക്കി കൊല്ലുന്നതിലേക്കൊക്കെ നയിച്ചതും ഇറാഖ് പിന്നീട് അരാജകത്വത്തിലേക്ക് പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ തിക്രത്തിൽ പോലുമില്ലാത്ത പ്രതിഷേധം കേരളത്തിലാണ് ഉണ്ടായത്. അതിനെയൊക്കെ അപമാനിച്ചവർ ഉണ്ട് ഇവിടെ. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ധാരയിൽ കൂടിയാണ്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് കടന്നു കയറുന്നതും പുറത്തു നിന്നുള്ള ഒരു അധിനിവേശത്തിലൂടെ അവർ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ നേതാവിനെ ഭ്രഷ്ടനാക്കുന്ന രീതി. ഇവിടെ നോക്കൂ, ഏറ്റവും അപകടകരമായ കാര്യമാണ് നടക്കുന്നത്. ഈ പറയുന്നതൊന്നുമല്ല കാരണം, മയക്കുമരുന്നിൻ്റേതോ മറ്റ് ഒന്നുമല്ല കാരണം. എന്താണ് വെനസ്വേലയ്ക്കെതിരെ ഷാവേസിൻ്റെ കാലത്തിന് മുമ്പ് മുതലേ, ഏതാണ്ട് 76 മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ എണ്ണയിൽ കണ്ണും നട്ടുള്ള അമേരിക്കയുടെ നീക്കമാണ്, ആ ലാഭക്കൊതിയാണ് ഇതിലേക്കൊക്കെ നയിച്ചത്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ശരിയാണ്, ഈ 33 രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ കച്ചവടവും അല്ലെങ്കിൽ കടത്തുമൊക്കെ ഉണ്ട്. പക്ഷേ അത് ഉണ്ടായത് തന്നെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ ചൂഷണത്തിൻ്റെ പ്രതി ഉൽപ്പന്നമായി കൂടിയാണ്, അല്ലെങ്കിൽ ഉപോൽപ്പന്നം എന്ന നിലയിലാണ്. അതിനെതിരെ ഇടതുപക്ഷ പോരാട്ടമാണ് അവിടെ നടക്കുന്നതും. അങ്ങനെയുള്ള ഒരു തൊഴിലാളി വർഗ മുന്നേറ്റത്തിലൂടെയാണ് അവരുടെ യശസ് അവർ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നതിലെ നമ്പർ 1. 2, എണ്ണപ്പണം, എണ്ണ, ദേശസാൽക്കരിച്ച ആ എണ്ണയിലുള്ള കണ്ണ്, അതിന് കാരണങ്ങൾ കണ്ടെത്തുകയാണ്, അല്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും. അതായത് ഇതിനകത്ത് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്നിൻ്റെ ഇഷ്യൂ ഉള്ള രാജ്യങ്ങൾ നിരവധിയുണ്ട്. ഇപ്പോൾ ഫെൻ്റനിലിൻ്റെ പ്രശ്നം തന്നെ അമേരിക്ക ഉന്നയിക്കുന്നത് പല രാജ്യങ്ങൾക്കും എതിരെയുണ്ട്. ഇപ്പോൾ മെക്സിക്കോ ഉണ്ട്, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ, കൊളംബിയയ്ക്ക്, ഈവൻ ചൈനയ്ക്കെതിരെ പോലും ആ ആരോപണം അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വെനിസ്വേലയ്ക്കെതിരെ മാത്രം ഇത് വരുന്നതെന്നുള്ള വളരെ നിർണായകമായിട്ടുള്ളൊരു ചോദ്യം ഉയരുകയാണ്. നേരത്തെ അജിം ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം മയക്കുമരുന്നിൻ്റെ വിപണനം വെനിസ്വേലയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ചിത്രവും നമ്മുടെ മുമ്പിലില്ല. ആ ആരോപണം നിലനിൽക്കുന്ന പല രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രത്യക്ഷത്തിലൊരു നടപടിയിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം മറ്റെന്തോ ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവിടെയുള്ള ഉദ്ദേശം എന്താ? വെനിസ്വേല എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ളൊരു രാജ്യമാണ്. പക്ഷെ അവർ എണ്ണയുടെ മാർക്കറ്റിൽ അവരുടെ പങ്കാളിത്തം, അവരുടെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാവുന്നത് ഏതാണ്ട് 1% മാത്രമേ ഉള്ളൂ. ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവരുടെ മേലുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ മൗനാവലംബിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, ഇവിടുത്തെ ഈ പറയുന്ന
BJP ഗവൺമെൻറ് അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചിരുന്നു പലപ്പോഴും. പിന്നെ പ്രസിഡന്റ് ട്രംപ് കണ്ണുരുട്ടിയപ്പോഴാണ് അത് ഇത് ചെയ്തത്. അപ്പോൾ അത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നു, നമുക്ക് എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വെനിസ്വേലയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ അപലപിക്കാനോ ഒരു അഭിപ്രായം പറയാനോ എന്താണ് തങ്ങളുടെ നിലപാടെന്ന് പറയാനോ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് ദുർബലമായൊരു ഗവൺമെൻറ്, അതായത് ഇത്രയും മുട്ടിടിക്കുന്ന, പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ മുട്ടിടിച്ച് താഴെ വീഴുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യമാകുന്നൊരു ദുരവസ്ഥയാണ്. അതും കൂടി ഇതിനകത്ത് നമ്മൾ ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട്. ഇത് നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ 2-3 അജിംഷാദ് പറയുന്ന 2-3 കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എണ്ണയുടെ വിപണിയെ ലോകത്ത് നിന്ന് നിയന്ത്രിക്കുന്നത് അമേരിക്ക തന്നെയാണ്. അത് ഇപ്പോഴല്ല, ദീർഘകാലമായിട്ട് തന്നെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ലോകത്തെ എണ്ണ വിപണി വരുന്നത്. ആ എണ്ണ വിപണിയിൽ എവിടെയാണോ ആരെങ്കിലും അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇംബാലൻസ് സൃഷ്ടിക്കുന്നത് ആ രാജ്യത്തിനെ ആക്രമിക്കും. ഇപ്പോൾ ഇറാഖിനെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ കാരണം എന്താ? എണ്ണ അവർ വാങ്ങുന്നതിന് ഡോളർ വേണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റ് കറൻസികളിൽ വാങ്ങാൻ തീരുമാനിച്ചു. പല രീതിയിൽ അവർ എണ്ണ സപ്ലൈ ചെയ്യുന്ന നിയന്ത്രണങ്ങളുണ്ടെങ്കിലും എണ്ണ വിപണിയിലേക്ക് സജീവമാവുന്ന സ്ഥിതിയിലേക്ക് സദാം ഹുസൈൻ്റെ ഭരണകൂടം വന്നു. അപ്പോഴാണ് അവർ ആരോപിക്കുന്നത് ഇവിടുത്തെ ലോകത്തെ 6 തവണ ചുട്ട് ഭസ്മമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള രാസായുധങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ കേന്ദ്രമാണെന്നും പറഞ്ഞ് വെനിസ്വേലയ്ക്കെതിരെ നടത്തുന്ന ആക്രമണം പോലെ തന്നെ അന്ന് ആരോപിച്ചത് ഈ രാസായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഈ അമേരിക്കയുടെ താല്പര്യം. അമേരിക്കയുടെ ലോകത്തെ താല്പര്യങ്ങൾ 2 താല്പര്യങ്ങളാണ്. ഒന്ന് എണ്ണ വിപണിയെ കൺട്രോൾ ചെയ്യണം, അവർ പറയുന്നിടത്ത് നിൽക്കണം. മറ്റൊന്ന് ആയുധ വിപണിയെ സജീവമാക്കി നിർത്തണം, അതിലൂടെ വലിയ നേട്ടം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് പൂർത്തിയായിക്കോട്ടെ. അതായത് ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹ്യൂഗോ ഷാവേസ് അമേരിക്കയ്ക്കെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചു. ഉദാഹരണത്തിന് IMF എടുത്ത വായ്പ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല. പ്രസിഡന്റ് കൊട്ടാരത്തിൻ്റെ മുകളിൽ വെനിസ്വേലൻ പതാക പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് IMF തെറ്റൂര് അനുസരിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാനുള്ള ഇതിൽ ഇപ്പോൾ ഇല്ല, സൗകര്യത്തിനനുസരിച്ച് ഞങ്ങളെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് ഞങ്ങൾ അടയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ അതാണ് അമേരിക്കയ്ക്ക് ഈ ഹ്യൂഗോ ഷാവേസിനെതിരെ ചൊടിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നിട്ട് ഹ്യൂഗോ ഷാവേസിനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തു. ഏതാണ്ട് ഒരു 10 തവണയിലേറെ അദ്ദേഹത്തിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ വരെ അമേരിക്ക നടത്തി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായിരുന്ന ഷാവേസിൻ്റെ ക്ലോസ് എയ്ഡ് അനുയായിയായിരുന്ന നിക്കോളാസ് മഡുറോ അധികാരത്തിൽ വരികയും വെനിസ്വേലൻ സാമ്പത്തിക രംഗത്തെ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ഇത് നേരത്തെ തന്നെ അമേരിക്കയുടെ ഇടപെടൽ എന്ന് പറയുന്നത് നൊബേൽ സമ്മാനം കിട്ടിയത് മച്ചാഡോ, അവരുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ആൾ, ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്നത് കൃത്രിമമായ രീതിയിലാണ്. ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെല്ലാം തീരുമാനിക്കണ്ടേ? ഒരു സോവറിൻ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യത്തിന് കടന്നു കയറി അവരുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാനും എന്തെങ്കിലുമൊക്കെ ആരോപണം പറഞ്ഞ് ആക്രമിക്കാനും ഒക്കെ അമേരിക്ക ആരാണ്? അപ്പോൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉണ്ടായിരിക്കുമ്പോൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തട്ടിക്കൊണ്ടുപോകാം, അമിത്ഷാനെയും തട്ടിക്കൊണ്ടുപോകാം. ഇതൊക്കെ അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ വലിയ മഹാരാജ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ആരുടെ രാജ്യത്ത് കടന്നു കയറാൻ കഴിയുമെന്നുള്ളത് തെളിയിക്കുകയാണ്. അതിപ്പോൾ മഡുറോയുടെ കേസിലുണ്ടായപ്പോൾ മറ്റു രാജ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എണ്ണ താല്പര്യം ആഗോള സാമ്പത്തിക രംഗത്ത് നിയന്ത്രിക്കുക, ആഗോള സാമ്പത്തിക രംഗത്തെ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, ഇതിൻ്റെ ഒരുപാട് റിപ്പർക്കഷൻസ് ഉണ്ട്. അത് നമുക്ക് എനിക്ക് തോന്നുന്നത് അജിംഷാദ് അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ആഗോള സാമ്പത്തിക രംഗത്തൊക്കെ വലിയ പ്രതിസന്ധി കുറേ നാളുകളായി വെനിസ്വേലയ്ക്കെതിരെ ഈ അറ്റാക്കാണ്. ഡ്രോൺ അറ്റാക്ക് ചെയ്യുന്നു, കപ്പലുകൾ തടഞ്ഞു വയ്ക്കുന്നു, ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ. ഇതെല്ലാം ഭീഷണിപ്പെടുത്തി അവസാനം ഇപ്പോൾ നേരിട്ട് അതിനെ പ്രതിരോധിച്ച് അവർ നിന്നപ്പോൾ നേരിട്ട് തന്നെ ആക്രമണത്തിലേക്ക് കിടക്കുന്നു. ഒരു സോവറിൻ റിപ്പബ്ലിക്കിൻ്റെ മേലെ ഞങ്ങൾക്കിഷ്ടമുള്ള ആധിപത്യം, ഞങ്ങൾ എന്തും ചെയ്തു കളയും, ഞങ്ങളോട് ആരെ ചോദിക്കാൻ എന്നുള്ള തനി ഒരു റൗഡിസത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറിപ്പോയിരിക്കുകയാണ്. പല കാര്യങ്ങളും അമേരിക്ക. ശ്രീ എം ജയചന്ദ്രൻ, ഈ ജോർജ് ജോസഫ് ആന്റണിയും ഒക്കെ പറഞ്ഞത് അടിവരയിടേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിലെ അമേരിക്കയുടെ ജനപ്രതിനിധികൾ തന്നെ
ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മെഗ്ഗവേണിനെ പോലെയുള്ളവർ പരസ്യമായി തന്നെ രംഗത്ത് വന്ന് പറയുന്നു, അമേരിക്കൻ കോൺഗ്രസിൻ്റെ അവരുടെ പാർലമെൻറ്റിൻ്റെ സമ്മതിയില്ലാതെയുള്ള നീക്കമാണ് ട്രംപ് ചെയ്തത്. അവരുടെ ആരോഗ്യ മേഖലയ്ക്ക് മുടക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞ ട്രംപാണ് ഈ യുദ്ധം ചെയ്യുന്നത്. ഇതിൽ എന്ത് വൈരുദ്ധ്യമാണുള്ളതെന്ന് അവർ ചോദിക്കുന്നു, മെഗ്ഗവേൺ അടക്കമുള്ളവർ. ഇത് അജിംഷാദ്, ഈ പ്രശ്നം ഇത് ഈ പൊടുന്നനെ ഇന്ന് ജനുവരി 2026 ജനുവരി 3 ഒരു പുതിയ പ്രതിഭാസമായിട്ട് കാണേണ്ടതില്ല. ഹ്യൂഗോ ചാവേസിന്റെ കാലത്തിന് മുൻപ് മുതൽ തന്നെ അമേരിക്കയുടെ സീനിയർ ബുഷും ജൂനിയർ ബുഷും അടക്കമുള്ളവരുടെ കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള എത്രയോ സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടുപോരുകയും എഴുതുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ വന്നിട്ടുള്ളത് പിന്നെ സമീപ കാലത്ത് ഇയാളുടെ അമേരിക്കൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ എക്സ്പോസ്റ്റുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പുതിയ പദപ്രയോഗമുണ്ട് കേട്ടോ, ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ മധുരയെ വിശേഷിപ്പിക്കുന്നതാണ്. പിന്നെ മറ്റേ നാർക്കോ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രയോഗം അതാണ്, നാർക്കോ കമ്മ്യൂണിസ്റ്റ്. അപ്പൊ ഞാനത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർക്കൊക്കെ അത്തരത്തിലൊരു അഹങ്കാരമുണ്ട് എപ്പോഴും. കാരണം മുമ്പും അത് ട്രംപ് എന്ന് പറയുന്ന ഒരു തുടർച്ചയാണല്ലോ. ബുഷിൻ്റെ കാലത്തുമൊക്കെ ഈ ഒസാമ ബിൻ ലാദനെ പോലെയുള്ള ടെററിസ്റ്റുകളെ പിടിക്കുന്ന ഘട്ടത്തിൽ പോലും അവർ ഈ ലോകക്രമത്തിൽ ഉള്ള ടെററിസ്റ്റുകളെ കാണിച്ചത് സാക്ഷാൽ വ്ളാഡിമിർ ഇല്ലിനാവോ ലെനിൻ അടക്കമുള്ളവർ, സ്റ്റാലിൻ അടക്കമുള്ളവരെ ഒക്കെയാണ് കാണിച്ചത് ഇതിന് മുമ്പുള്ള സ്വേച്ഛാധിപതികളുടെ രൂപത്തിൽ. അങ്ങനെയാണ് ടെററിസ്റ്റായ ഒസാമ ബിൻ ലാദനെ കാണിക്കുന്ന അവരുടെ കൂട്ടത്തിൽ. ഇങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ ഹുങ്ക്, അതാണ് ഈ നാർക്കോ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ അയാൾ പറയുന്നതിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഹുങ്ക് എല്ലാ കാലത്തും അമേരിക്കയുണ്ട്. അത് ട്രംപ് എന്ന വിവരക്കേടിൻ്റെ ഉസ്താദ് തുടരുന്നു എന്നേ ഉള്ളൂ. അല്ല, അത് മാത്രമല്ല ഇത് ഈ നാർക്കോ കമ്മ്യൂണിസ്റ്റ് എന്ന ട്രംപിന്റെ ഈ പുതിയ വിശേഷണം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഈ സംഘി ഹാൻഡിലുകൾ പൊതുവിലും RSS BJP നേതാക്കൾ ചർച്ചയിലടക്കവും പ്രത്യേകമായി ഉന്നയിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ അവർ ഉന്നയിക്കുന്നത് ചെഗുവേരയെ പറ്റിയാണ്. എന്താണ് ഉന്നയിക്കുന്നത്? ഈ മയക്കുമരുന്ന് കഴിച്ച് കമ്മ്യൂണിസം തലക്കി പിടിച്ച് നടന്ന ഒരുത്തൻ എന്നുള്ള നിലയിലാണല്ലോ പിന്നെ സമീപകാലത്ത് ആസ്മാരോഗിയായിരുന്നു, മാത്രമല്ല ഒരു ഡോക്ടറായിരുന്നു, മാത്രമല്ല ലോകം ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ബൈക്കിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ അനുഭവം നേരിട്ട് ശേഖരിച്ച ഒരു ഡോക്ടർ കൂടിയായിരുന്നു. മനുഷ്യ സ്നേഹി എന്നതിന്റെ അല്ല, വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലായി സാർ. ഞാൻ ഇവരുടെ ജനം ചാനലിൽ പോയിരുന്ന് കലഹിച്ചിട്ടുണ്ട് ഈ അവരുടെ പദപ്രയോഗത്തിനെതിരെ. അപ്പോഴാണ് അത് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ്, കഴിഞ്ഞ ഇലക്ഷന്റെ പാർലമെന്റ് സമയത്താണ്. പക്ഷെ ഇപ്പൊ ഇത് സമീപകാലത്തായി ട്രംപിന്റെ എക്സ്പോസ്റ്റുകളാണ് ഇത് കാണുന്നത് നാർക്കോ കമ്മ്യൂണിസ്റ്റുകൾ. മറ്റേത് നാർക്കോ ടെററിസ്റ്റ് എന്നാണ് പൊതുവെ വെനിസ്വേലയെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയേക്കാൾ കൂടുതൽ ഏതാണ്ട് ഇരട്ടിയോളം വരും ഇപ്പോ വെനിസ്വേലയുടെ എണ്ണ ശേഖരം എന്ന് പറയുന്നത്. മറ്റു പ്രകൃതിവാതകങ്ങളുടെ ശേഖരമൊക്കെ വേറെയും കിടക്കുന്നുണ്ട്. അൺടാപ്ഡ് ആണ് ഇപ്പോഴും. ഏതാണ്ട് ഒരു നിയർലി 40% ഇപ്പോഴും ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ പലവിധ ഈ ശല്യങ്ങൾ, ഉപദ്രവങ്ങൾ, പ്രത്യേകിച്ചും US ആ ഒരു ഹെഗമണിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് അവരുടെ അനിഷ്ടങ്ങൾക്ക് വിധേയമായിക്കൊണ്ടല്ലാതെ വെനിസ്വേലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നം സർവീസിന്റെ കാലം മുതൽ തുടർന്ന് പോരുന്നുണ്ട്. അതുകൊണ്ടാണ് മുമ്പേ ജോർജ് ജോസഫ് പറഞ്ഞ ഞങ്ങൾക്കിപ്പോൾ അടയ്ക്കാൻ മാർഗമില്ല, അല്ലെങ്കിൽ ഇപ്പൊ അടയ്ക്കാൻ കഴിയില്ല, വേൾഡ് ബാങ്കിന്റെ ലോണിന്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ആ പ്രശ്നം വരുന്നത്. ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഈ ജിയോ പൊളിറ്റിക്സ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പിന്നെ നിൽക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ത്രെറ്റ് എന്ന നിലയിൽ അവർ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാണ് വെനിസ്വേല കൂട്ടുകൂടുന്നത്. അതിന് ട്രംപിന്റെ വിശദീകരണം, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടാളികൾ, വെനിസ്വേലയുടെ കൂട്ടാളികളായിട്ട് നിൽക്കുന്നത് റഷ്യ 1, 2 ഇറാൻ, 3 ക്യൂബ, 4 നിക്കരാഗ്വ, 5 ചൈന. ഇത്രയും രാജ്യങ്ങളാണ് ഇവരുടെ കൂട്ടാളികളായി അവർ പ്രഖ്യാപിത ശത്രുക്കളാണല്ലോ അമേരിക്കയുടെ, US-ന്റെ. അപ്പൊ അവരുമായിട്ട് കൂട്ടുകൂടുന്നുള്ള മറ്റൊരു ചാർജ് ഷീറ്റ്. ചുരുക്കത്തിൽ ഏറ്റവും ലളിതമായി ലഘുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ ശക്തികൾ എവിടെയൊക്കെ ആധിപത്യത്തിനും അധികാരത്തിലുമുണ്ടോ അവരെ അട്ടിമറിക്കുക എന്നുള്ള അമേരിക്കയുടെ നിരന്തരമായിട്ടുള്ള സ്ട്രാറ്റജിയുടെ ഏറ്റവും ഒടുവിലത്തെ അട്ടിമറിയാണ്
നിക്കോളാസ് മദുരയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയതിലൂടെ ട്രംപ് ഭരണകൂടം ഇന്ന് അതെ, പുലർച്ചെ മാത്രമല്ല ശ്രീ എ സജീവൻ, മാത്രമല്ല ഈ ന്യൂയോർക്കിലെ ഡിസ്ട്രിക്ട് കോർട്ടിൽ അവരുടെ വിചാരണ നടക്കും. അവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നു. മെദ്രോയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. എന്താണ്? ഭീകര ആക്രമണം, മയക്കുമരുന്ന് കടത്ത്, കുറ്റകരമായ ഗൂഢാലോചന, ഇതൊക്കെ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, മറ്റുള്ള പല ഓപ്പറേഷനും പോലെ ഈ ബ്രിട്ടൻ ഇതുമായി സഹകരിച്ചിട്ടില്ല എന്ന് സ്റ്റാർമർ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സജീവൻ, വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അമേരിക്ക ഇതൊക്കെ ചെയ്യുമ്പോൾ നേരത്തെ ജോർജ് ജോസഫും താങ്കളും ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ആരാണ് ഇതൊക്കെ ചെയ്യാൻ? ട്രംപ്. ആരാണ് ഇതൊക്കെ ചെയ്യാൻ? അമേരിക്ക. ഈ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും. പക്ഷേ ഈ ചോദ്യം ലോകത്തിൽ മറ്റൊരു ഭരണാധികാരിയും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ വിജയം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആരും ചോദിക്കാനില്ല, ആരാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ? മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ, മറ്റു രാജ്യത്തിന്റെ പരമാധികാരത്തെ, മറ്റു രാജ്യത്തെ ഭരണാധികാരിയുടെ അവകാശങ്ങളെ അതൊക്കെ ഹനിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്ന് ചോദിക്കാൻ ഇവിടെ ഈ അമേരിക്ക കഴിഞ്ഞുള്ള മറ്റ് ലോകത്തുള്ള രാജ്യങ്ങൾ ഒരു രാജ്യം പോലും ചോദിക്കുന്നില്ല. നമ്മളൊക്കെ ചോദിക്കും. ഈ അമേരിക്കക്ക് നേരെ വിരൽ ചൂണ്ടി ചോദിക്കാൻ ആരുമില്ല എന്നതുള്ളതാണ് അവരുടെ അഹങ്കാരം. അത് ഏറ്റവും വലിയ പ്രശ്നം കൂടിയാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതേ കാര്യം ഇന്ത്യയിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അത് മോദി ആവട്ടെ ആരും ആവട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അമേരിക്കൻ പട്ടാളം വന്നിട്ട് തട്ടിക്കൊണ്ടുപോകുന്നു, രഹസ്യമായിട്ട് തട്ടിക്കൊണ്ടുപോകുന്നു, എന്നിട്ട് അവരുടെ ജയിലിലിടുന്നു, വിചാരണ നടത്തുന്നു. മോദി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഇതേപോലെ മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം, അതൊക്കെ ചെയ്യാമെന്ന സന്ദേശമാണ്, അതൊക്കെ തങ്ങൾക്ക് ചെയ്യാനാവുമെന്ന ഹുങ്കാണ് ലോകത്തോട് ഈ പറയുന്നത്. ഇതൊന്നും നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ കാണുന്നില്ലേ? അതെ, അതാണ് എന്റെ ചോദ്യം. അതാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ ഇതിനെ ഈ കാര്യത്തെ, കാരണം അമേരിക്കയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല വെനിസ്വേല. അങ്ങനെയുള്ള അതിർത്തി പങ്കിടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിർത്തി തർക്കങ്ങളൊക്കെ പറയും. അതല്ലാത്തൊരു രാജ്യത്തെ ഭരണാധികാരിയെ രഹസ്യമായിട്ട് തട്ടിക്കൊണ്ടുപോകുന്നു, എന്നിട്ട് അദ്ദേഹത്തിനെതിരെ കുറെ കുറ്റങ്ങൾ ആരോപിക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ ഫിനിഷ് ചെയ്യാൻ പോകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഐക്യരാഷ്ട്രസഭ, ഒന്നാമത് ഐക്യരാഷ്ട്രസഭയെ നമ്മൾ കുറ്റപ്പെടുത്തില്ല. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഇസ്രായേൽ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട്, ഫലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എത്ര തവണ പറഞ്ഞു അതിഭീകരമായിട്ടുള്ള കൂട്ടക്കൊലയാണ്, അങ്ങേയറ്റത്തെ നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് നിർത്തണമെന്ന് മനുഷ്യത്വമുള്ള ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആര് കേട്ടു? ഇസ്രായേലിന്റെ ഭരണാധികാരി കേട്ടു? ഇസ്രായേലിനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കും, എല്ലാ സഹായങ്ങളും ട്രംപ് എന്നും അങ്ങനെയാണല്ലോ. യുണൈറ്റഡ് നേഷൻസ് എന്നും ഒരു പപ്പറ്റായിരിക്കുകയാണ്. അതിൽ ചിലരൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുമെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പോലും ചെവി കൊടുക്കില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ തുടക്കത്തിൽ തന്നെ അജിംഷാദ് പറഞ്ഞ പോലെ USSR ഉണ്ടായ സമയത്ത് അതൊരു എതിർഭാഗത്ത് ശാക്തിക ചേരി ഉണ്ട് എന്നൊരു ഭീതിയെങ്കിലും അമേരിക്കക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. ഇപ്പോ ഏകരാജ്യ കേന്ദ്രീകൃതമായ ലോകം എന്ന രീതിയിലേക്ക് അമേരിക്ക അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏത് രാജ്യത്തെ ഭരണാധികാരിയും ഏത് രാജ്യവും തങ്ങളുടെ നിലപാടിനും തങ്ങളുടെ താല്പര്യത്തിനും എതിരായിട്ട് പോകുന്നു, തങ്ങൾക്കൊരു ഭീഷണിയായി തീരും എന്ന് ചിന്തിക്കുന്നു, അതിനെതിരെ നടപടിയെടുക്കും. ഇപ്പൊ ഇന്ത്യ, നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. ഇന്ന് ഒരു ഷോപ്പ് പോയിട്ട് വാങ്ങി, നാളെ അവിടെ പോകേണ്ട വേറെ ഷോപ്പ് പോയിട്ട് അവിടെയാണ് നല്ലതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങും. ഇന്ത്യ എണ്ണ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലോകത്തെങ്ങുമില്ലാത്ത ചുങ്കം നടപ്പാക്കിയ രാജ്യമാണ് ഇന്ത്യക്ക്. അതുവരെ മോദി എന്റെ സഹോദരനാണ്, പ്രിയപ്പെട്ടവനാണ്, ഹൃദയമാണ് എന്നൊക്കെ പറഞ്ഞ ട്രംപ് അത് ഇത്തരത്തിൽ കൊണ്ടുവന്നു. ഇപ്പോഴുള്ള പ്രശ്നം വെനിസ്വേലയുടെ കാര്യത്തിൽ ഇവിടെ നേരത്തെ ജയേന്ദ്രനൊക്കെ പറഞ്ഞത് വളരെ കൃത്യമാണ്. ലോകത്തിൽ എണ്ണ ശേഖരം ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. അവിടെ എണ്ണയാണ് ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ എണ്ണ ശേഖരമുള്ള രാജ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ പരിധിക്ക് കീഴിലല്ലെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യ അമേരിക്കയുടെ പരിധിക്ക് കീഴിലാണ്, അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യുന്നില്ല. ഈ വെനസ്വേല സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നുള്ള ഒരു പേടി ഇതുകൊണ്ടൊക്കെയാണ് അട്ടിമറിക്കുന്നത്. ഇത് നേരത്തെ ഇവിടെ നിന്നുള്ള എണ്ണയെല്ലാം
ഊറ്റിക്കൊണ്ടുപോയത് ഈ അമേരിക്ക ആയിരുന്നല്ലോ. അന്ന് അത് അവിടെ സ്വകാര്യ സ്ഥാപനങ്ങളായിരുന്നു അത് അവിടുത്തെ എണ്ണ ഖനനം നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് അതിന് ദേശവൽക്കരിക്കുന്നത് കൂടിയിട്ടാണ് കംപ്ലീറ്റ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഭീതി എന്ന് പറയുന്നത് തങ്ങളുടെ ഈ വലിയ തങ്ങളാണ് ഏകാധിപത്യത്തിന്റെ ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ളതിനെ അതിനാരെങ്കിലും ഒക്കെ ഭീഷണിയാകുമോ? ആ തീർച്ചയായും ഞാൻ തിരിച്ചെത്താം സജീവ് സാർ. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇവിടെ ഈ ഇത്ര ഗൗരവമായ ഒരു വിഷയത്തിൽ അതിനെ ലളിതവൽക്കരിക്കുകയാണെന്ന് തോന്നരുത്. ഇപ്പോൾ ഈദി അമീനൊക്കെ എതിരെ വലിയ രീതിയിൽ കുപ്രചരണം നടത്തിയിരുന്നു. ഇങ്ങനെ ഈദി അമീൻ ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ആളാണ്, പക്ഷേ എങ്കിൽ പോലും മനുഷ്യനെ തിന്നുന്ന ആളാണ്. ഇങ്ങനെ അവരുടെ ശത്രുക്കൾ, അമേരിക്കയുടെ ശത്രുക്കളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലാണ്. അത് മാത്രമല്ല, ക്യൂബയുടെ ഫിദൽ കാസ്ട്രോയുടെ താടിരോമങ്ങൾ വരെ പൊഴിച്ച് കളയാൻ ആവശ്യമായ മരുന്നുൽപ്പാദിപ്പിച്ച് അത് CIA കടത്തുക, ഇങ്ങനെയൊക്കെയുള്ള പല ലോകക്രമങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, പനാമയുടെ ഭരണാധികാരിയെയും കൊളംബിയയുടെ എസ്കോബാറിനെയും ഒക്കെ പിടികൂടിയതുപോലെ ഒരു മയക്കുമരുന്ന് പ്രതിയാണ് മദൂറയെ പോലെയുള്ള ട്രേഡ് യൂണിയൻ നേതാവ്, ഒരു 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 ഇടതുപക്ഷ നേതാവ്, അല്ലെങ്കിൽ അവർ നിരവധി തവണ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ നിലനിൽക്കുന്ന മഡൂറയെ ഒരു മയക്കുമരുന്നുകാരനാണ്, അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ന്യൂയോർക്ക് ഡിസ്ട്രിക്റ്റിൽ വിചാരണ നടത്തുകയാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു മറ്റൊരു ആശയപ്രചരണം കൂടിയുണ്ട്. ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയപക്ഷ ചരിവുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം കൂടി അതിലുള്ളടങ്ങിയിട്ടുണ്ട്. അത് വ്യക്തമല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ 200 വർഷത്തിലേറെയായി അമേരിക്കയുടെ സ്വകാര്യ ഭൂമിയായി കരുതുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. ആ ലാറ്റിൻ അമേരിക്കയിൽ നമുക്കറിയാം, ഈ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം ത്തിൽ നിന്ന് എത്ര പ്രദേശം അമേരിക്ക കൈവശപ്പെടുത്തിയെന്നറിയാമോ? ന്യൂ മെക്സിക്കോ, കാലിഫോർണിയ, ഉട്ട, പിന്നെ നെവാഡ എന്നൊക്കെ പറയുന്ന എത്രയോ പ്രദേശങ്ങൾ ഈ മെക്സിക്കോയുടെ കയ്യിൽ നിന്ന് അമേരിക്ക കൈയടക്കിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും എന്നുള്ളതിൻ്റെ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഗ്രെഗ് ഗ്രാൻഡിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്ന ആളാണ് അദ്ദേഹം. അമേരിക്കാസ് എംപയർ എന്ന് പറയുന്ന പുസ്തകമാണ് അത് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ 200 വർഷമായിട്ട് അമേരിക്ക ലാറ്റിൻ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണവും അട്ടിമറികളും പ്രവർത്തനങ്ങളും ചൂഷണവും എല്ലാം വൃത്തിയായിട്ട് എഴുതിയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഗ്രെഗ് ഗ്രാൻഡിൻ പറഞ്ഞിട്ടുള്ളതുപോലെ അവിടെ ഈ അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ആരൊക്കെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരത് ഇടപെടുകയും അതിനെ അട്ടിമറിക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 2025 അവസാനം പിന്നെ അമേരിക്ക അവരുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന രേഖ പുറത്തിറക്കി. ആ രേഖയിൽ എന്താ അവർ പറയുന്നത്? പരമ്പരാഗതമായി അവർ സൂക്ഷിക്കുന്ന സെക്യൂരിറ്റി ഉറപ്പാക്കുന്ന യൂറോപ്യൻ പ്രദേശമോ ഏഷ്യയോ അല്ല അവർ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇനി കരീബിയൻ മേഖലയ്ക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ഈ ലാറ്റിൻ അമേരിക്കൻ പ്രദേശത്തിലേക്ക് ചൈന കടന്നു വരുന്നുണ്ട്. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പല രാജ്യങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് വെനസ്വേലയാണ്. നമ്മൾ കാണേണ്ട കാര്യം, ഈ വെനസ്വേലയിൽ ഇന്ന് ശനിയാഴ്ച ഈ അട്ടിമറി ഇവർ നടത്തുമ്പോൾ വെള്ളിയാഴ്ച ചൈനയുടെ പ്രതിനിധികളുമായിട്ട് മധുരോ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അട്ടിമറി അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ, അതായത് ഈ തരത്തിൽ ഈ പ്രദേശത്തിന്റെ ചൈന പലപ്പോഴും ഇതിനകത്തേക്ക് ഒരു ഇടപെടുന്നില്ലല്ലോ. അമേരിക്കൻ ഒരുപക്ഷെ അറിയാം, വിപണിയുടെ വലിയ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചൈനയ്ക്ക് ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവം ഉണ്ടല്ലോ ഇപ്പോഴും. ആ സ്വഭാവത്തിൽ അധിഷ്ഠിതമായി ഒരു USSR സ്വഭാവത്തിൽ ഇതിനെ എതിർക്കുന്നതിലേക്ക് പോകാത്തത് എന്താണ് ചൈന? കാരണം ചൈനയുടെ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഈ അർത്ഥത്തിലൊരു അട്ടിമറി നടക്കുന്നത്. നമ്മൾ ഈ ചൈനയുടെ ആഗോള രാഷ്ട്രീയത്തെ നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയൻ ഈ 1990കളിൽ തകർന്നതിനെ ഏറ്റവും ഗഹനമായി പഠിച്ച രാജ്യം ചൈനയാണ്.
അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ അവരെത്തിച്ചേർന്ന ഒരു നിഗമനമുണ്ട്. സോവിയറ്റ് യൂണിയനിലെ ആഭ്യന്തര രംഗം ശക്തിപ്പെടുത്താനും സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്താനും ജനങ്ങൾക്ക് ക്ഷേമം നൽകാനും പിന്നെ ശ്രമിക്കുന്നതിന് പകരം മറ്റ് രാജ്യങ്ങളിലേക്ക് വിപ്ലവത്തെ കയറ്റുമതി ചെയ്യാനും മറ്റ് രാജ്യങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളെ സഹായിക്കാനുമൊക്കെ പോയതിൻ്റെ കൂടി ഫലമാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനം എന്ന് തിരിച്ചറിഞ്ഞ ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന നമുക്കറിയാമല്ലോ ലോകത്ത് നടക്കുന്ന സൈനിക ആക്രമണങ്ങളിൽ നേരിട്ട് വന്നിരുന്നു. അപ്പം നമുക്കറിയാം ഈ ഈ ചൈനയുടെ വിദേശ നയത്തെ പിന്നെ തന്നെ ചൈന ഗോസ് ഗ്ലോബൽ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ ചൈന ഗോസ് ഗ്ലോബൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഈ പിന്നെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ചൈന ഈസ് എ പാർഷ്യൽ പവർ എന്നാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ ശക്തിയായി വരുന്നെങ്കിലും അവരുടെ സാമ്പത്തിക ശക്തിക്കനുസരിച്ചോ സൈനിക ശക്തിക്കനുസരിച്ചോ ലോക രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇനിയൊരു ആപത്ത്, അതായത് സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്ന പാഠം ചൈനയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയും അത്തരമൊരവസ്ഥയിലേക്ക് ചൈന പോകാൻ പാടില്ല. അതുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടത് സാമ്പത്തിക ശക്തിയാണ്. സാമ്പത്തിക ശക്തി പരമാവധി സജ്ജീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അന്തർദേശീയ തർക്കങ്ങളിലൊന്നും അവർ ഇടപെടുന്നില്ല. നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള നിലപാട് അവരെടുക്കുന്നില്ല. അവർ ശ്രദ്ധിക്കുന്നത് സാമ്പത്തിക രംഗത്തെ സഹകരണത്തിലൂടെ ഈ പറഞ്ഞ തരത്തിലുള്ള ലോകരാജ്യങ്ങളും, അതുകൊണ്ടാണല്ലോ ബെൽറ്റ് റോഡ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള പദ്ധതികളിലൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കുക. അറ്റ് ദ സെയിം ടൈം അതേസമയം തന്നെ അമേരിക്ക കാണുന്ന ഭീതി എന്ന് പറയുന്നത് ചൈന ഈ തരത്തിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുമായി സൗഹൃദമുണ്ടാക്കുകയും പിന്നെ സാമ്പത്തിക സൗഹൃദമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി ചൈനയോട് അടുത്ത് നിൽക്കുന്ന തരത്തിലേക്ക് രാജ്യങ്ങൾ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള നേതാക്കന്മാരെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഭരണകൂട അട്ടിമറി നടത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അത് ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിറിയയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം സംഭവിച്ചത് ഇവർക്കെല്ലാം ചൈനയോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഇങ്ങനെ അമേരിക്ക പോലെയുള്ള ഒരു ഏറ്റവും ശക്തമായ രാജ്യം ഈ വെനസ്വേല പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ കടന്നു കയറി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്ക് കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോയാൽ അത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നൽകുന്ന സൂചന എന്താണ്? ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് പിന്നെ അതിനെ എതിർക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ ചൈന തായ്വാനിൽ ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് അതിനെ എതിർക്കാൻ കഴിയുമോ? ചൈന സൗത്ത് ചൈന കടലിൽ പറയുകയാണ് നിങ്ങളാരും ഇനി അങ്ങോട്ട് കയറാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇടപെടാൻ കഴിയും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് നൽകുന്ന സൂചന ഈ കയ്യൂക്കുള്ള രാജ്യത്തിന് വേറൊരു രാജ്യത്തിൻ്റെ മേലൊരു ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും ആര് ചോദ്യം ചെയ്യും? ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറയുന്ന രാജ്യം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ പെർമനൻറ്റ് മെമ്പറായിട്ട് ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ സുരക്ഷയെ സംരക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രാജ്യം തന്നെ ലോകത്തെ അരാജകാവസ്ഥയിലേക്കും അനാർക്കിയിലേക്കും അരാജകത്തിലേക്കും തള്ളിയിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന വേറൊരു അപകടം എന്ന് പറയുന്നത് അതാണ് അതിനേക്കാൾ വലിയ അപകടം. ഇപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് അമേരിക്ക നോർത്ത് കൊറിയ പോലുള്ള രാജ്യത്ത് ഇടപെടുന്നില്ല. നോർത്ത് കൊറിയ പോലുള്ള രാജ്യത്തും വളരെ ചെറിയ രാജ്യം, സാമ്പത്തിക ശക്തി ഇല്ലാത്ത രാജ്യമാണ്. പക്ഷേ എന്തുകൊണ്ട് നോർത്ത് കൊറിയയിൽ ഇടപെടുന്നില്ല? നോർത്ത് കൊറിയയിൽ ഇടപെടാത്തതിൻ്റെ കാര്യം നോർത്ത് കൊറിയയുടെ കയ്യിൽ ആണവബോംബ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇങ്ങനെ കടന്നു കയറുന്നത് കൊണ്ട് അതെ അതുകൊണ്ടാണ് അതപ്പോൾ അന്നേരം ഈ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യങ്ങൾ പോലും രഹസ്യമായി ആണവായുധം ഉണ്ടാക്കി കൈവശം വെക്കുന്നതിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്ത് കൂടുതൽ രാജ്യങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ അത് വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും. അപ്പോൾ ലോകത്ത് ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറയുന്നതിനെ അട്ടിമറിക്കുന്നു ഒരു തരത്തിൽ. മറ്റത് ലോകരാജ്യങ്ങളുടെ എല്ലാം മനസ്സിൽ ഈ സൈനികമായോ സാമ്പത്തികമായോ കരുത്തില്ലാത്ത രാജ്യങ്ങളുടെ എല്ലാം മനസ്സിൽ അശാന്തി വിതയ്ക്കുന്നു. അതോടൊപ്പം ലോകത്ത് ഈ ആണവായുധം ഉണ്ടാക്കുന്നതിലേക്ക് ലോകരാജ്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം നമ്മൾ ഇന്ത്യ പറയുമല്ലോ ഞങ്ങൾ വിശ്വഗുരുവാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയും ഞങ്ങൾ വിശ്വമിത്രമാണ് എന്ന് പറയും. മൂന്നാമത് പറയും ഞങ്ങൾ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവാണ്. റൈറ്റ്? ഇത് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഈ വെനസ്വേലയുമായി ബന്ധപ്പെട്ടതാണ്. വെനസ്വേല എന്ന് പറയുന്നത് ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു, അമേരിക്ക കണ്ണുരുട്ടി നമ്മൾ നിർത്തി. വെനസ്വേലയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു, അമേരിക്ക കണ്ണുരുട്ടി നമ്മൾ നിർത്തി. റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചു, അമേരിക്ക കണ്ണുരുട്ടി നമ്മൾ നിർത്തി. നമ്മൾ പറയുന്നത് നമ്മൾ ആഗോള ശക്തിയാണെന്നാണ് ഒരേ സമയം. ആഗോള ശക്തിയാണെന്ന് ഒരേ സമയം പറയുകയും അമേരിക്കയുടെ അടിമ മനോഭാവമുള്ള രാജ്യമായി മാറുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ. അതാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? കൊളംബിയ ഇതിനെ വിമർശിച്ചു, മെക്സിക്കോ ഇതിനെ വിമർശിച്ചു, ചൈന വിമർശിച്ചു, റഷ്യ വിമർശിച്ചു, ഈ രാജ്യങ്ങളൊക്കെ വിമർശിച്ചു.
ലോകത്തിന്റെ പല സംഘടനകളും ചെറുതും വലുതുമായ രാജ്യങ്ങൾ വിമർശിച്ചു ഈ നടപടിയെ. ഇന്ത്യ വിമർശിച്ചില്ല ഇതുവരെ. എന്തിന് ബ്രിട്ടൻ എന്തുകൊണ്ട് പോലും വിമർശിച്ചില്ല? പറയുന്നത് ഇതിൽ ഞങ്ങൾ ഒരു രാജ്യത്തിന്റെ ഭാഗമാക്കായിട്ടില്ലെന്ന്. ഭരണാധികാരിയെ എപ്പോഴും ഇല്ലാത്ത അങ്കിൾ സാം കുറ്റം ചാടി ചുമത്തി ഇറങ്ങുന്നതാണ്. പക്ഷേ അതെ, ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ സമാധാനത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യം എന്തുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ഒരു തെമ്മാടി രാജ്യമായ വേറൊരു രാജ്യം ചെന്ന് പിടിച്ചോണ്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ? അപ്പം അങ്ങനെയുള്ള പ്രതികരിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ട ഒരു വിശ്വഗുരുവായി, ഒരു വിശ്വമിത്രമായി, ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവായി അഭിനയിക്കുമ്പോൾ ഗ്ലോബൽ സൗത്തിനെ മുഴുക്കെ കൈയൊഴിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നുണ്ട് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല ഇതൊക്കെ വാചകടി മാത്രമാണെന്ന് നമുക്കറിയാവുന്ന എത്രയോ ഘട്ടമുണ്ട്. കാരണം രൂപയെയും ഡോളറിനെയും ഒന്ന് താരതമ്യം ചെയ്താൽ തന്നെ അത് വെളിവാകും. ഈ പറയുന്ന ഈ നമ്മുടെ സോഷ്യൽ മീഡിയ വാക്കനുസരിച്ച് തള്ള് എന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വശമുണ്ട്. ഇപ്പോൾ ചട്ടപ്രകാരമുള്ളൊരു ലോകക്രമം, നമ്മളൊക്കെ രാജ്യത്തിനുള്ളിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ വെർഷനാണ്. അത് അട്ടിമറിക്കപ്പെടുമ്പം വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന ആ പഴയ പ്രാചീന രീതിയിലേക്ക് ലോകക്രമത്തെ കൊണ്ടുപോകാനേ ഉപകരിക്കൂ. അത് അമേരിക്ക ചെയ്ത ദ്രോഹം നമ്പർ 1. 2, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പരമാധികാര റിപ്പബ്ലിക്കിന് നേരായി ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ മറ്റുള്ള ഏത് രാജ്യത്തേക്കും നീങ്ങാം, തനിക്ക് തൻ്റെ കാൽച്ചുവട്ടിലേക്ക് വരണമെന്ന അടിമ മനോഭാവത്തെ പ്രചരിപ്പിക്കാൻ ശക്തി പ്രാപിക്കുന്നതാണിത്. ഇത് ഇടതുപക്ഷ നേതാവാണ്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരുടെ രാജ്യക്കാരാണ് പ്രശ്നമുണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് മൗനം പാലിച്ചാലുണ്ടാകുന്ന അപകടമാണ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ അപകടം ഇതിൻ്റെ സാമ്പത്തികമായ, ലോകത്ത് ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ മാന്ദ്യം. അത് വളരെ ഗൗരവവും വളരെ ഗുരുതരവുമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ്, കുഞ്ഞുങ്ങളടക്കമുള്ളവർക്കുള്ള മാൽന്യൂട്രീഷനൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതല്ലേ ജോർജ് ജോസഫ്? അജിംഷാദെ, അത് 2-3 തലങ്ങളിൽ നിന്ന് വേണം നമുക്ക് ഇതിനകത്ത് അജിംഷാദ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടി. അതിനകത്ത് ഒരു തലം എന്ന് പറയുന്നത് അമേരിക്ക നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. അതായത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമുക്കറിയാം 6 മാസത്തോളം അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി, അതായത് ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന പറ്റാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, ഒരു സ്റ്റെയിൽമേറ്റിലേക്ക്, ഫിനാൻഷ്യലി ഒരു സ്റ്റെയിൽമേറ്റ് അവസ്ഥയിലേക്ക് അമേരിക്കൻ ഇക്കോണമി പോയി. അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ 10-15 വർഷത്തോളമായിട്ട് വലിയ സാമ്പത്തിക കുഴപ്പം കോൺഗ്രസ് പോലും അമേരിക്കൻ പാർലമെന്റ് പോലും ഇവരുടെ ബജറ്റിന് അംഗീകാരം നൽകാത്തൊരു സാഹചര്യം, അതല്ലേ താങ്കൾ സൂചിപ്പിച്ചത്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ രീതിയിൽ ശമ്പളം പോലും കൊടുക്കാൻ 6 മാസത്തേക്ക് പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഉണ്ടായ സ്റ്റെയിൽമേറ്റ് നമുക്ക് അടുത്ത കാലത്തുണ്ടായി. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഗുരുതരമായ വിലക്കയറ്റം. ഇപ്പോൾ ബീഫിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് അമേരിക്കയിൽ അതീവ ഗുരുതരമായി, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എല്ലാത്തിൻ്റെയും വില ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ നയം മൂലം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഗുരുതരമായ പ്രതിസന്ധി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആഴമേറിയ ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയുടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഏത് അറ്റം വരെ, ഏത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയിലേക്കും പോകുന്നൊരു പ്രവണതയുടെ ഒരു ഭാഗമാണ്, ഒരു കൾമിനേഷനാണ് ഈ പറയുന്ന ഈ വെനിസ്വേലയ്ക്കെതിരായിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അജിംഷാദ് കാണേണ്ടത്, നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു സോവറിൻ ഇൻഡിപെൻഡൻറ്റ്, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ നേതാവിനെ, ഒരു പ്രസിഡൻറ്റിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അത് എന്ത് റൂളോ, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അജിംഷാദെ, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ അല്ല, ഒരു പ്രസിഡന്റിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ രാജ്യത്തിൻ്റെ തന്നെ ഒഫീഷ്യലി അവർ ചോദിക്കുകയാണ് എവിടെയാണെന്ന് വ്യക്തമാക്കണം. പ്രസിഡന്റ് മഡ്രോയും ഭാര്യ എവിടെയാണെന്ന്, പക്ഷേ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല, എവിടെയാണെന്ന് പറയുന്നില്ല. അതിനിപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞേക്കണം, ഞാൻ രാത്രി 11 മണി, അതായത് നമ്മുടെ ഇന്ത്യൻ സമയം 11 മണിയാകുമ്പോൾ അവിടെ രാവിലെ ആവുന്ന സമയത്ത് ഞാനൊരു പത്രസമ്മേളനം ഏതോ ഒരു സ്ഥലത്ത് വിളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ എന്തൊരു അവസ്ഥയാണ്. ഒരു പ്രസിഡന്റ് എന്നെ മാത്രമല്ല, ഇവിടെ വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഈ പ്രസിഡന്റിന്റെ ഭാര്യ ഇതിനകത്ത് ഇൻവോൾവ് ആവണത് എങ്ങനെയാ? പ്രസിഡന്റിന്റെ ഭാര്യയാണോ ഈ ഭരണത്തിൽ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട്? മഡുറോയുടെ കാര്യം
പറയുന്നത് നമുക്ക് മഡുറോ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു മനുഷ്യാവകാശ വൈര്യം പോലെയാണ് കാണുന്നത്. അമേരിക്കയ്ക്ക് ഇത് തന്നെയായിരുന്നു സദ്ദാമിന്റെ കുടുംബത്തിനെതിരെയും ചെയ്തത്. ആ കുഞ്ഞിനെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ അജിംഷാദ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് പൊതുവിൽ അവർ കമ്മ്യൂണിസത്തെ ഇടതുപക്ഷ ആശയങ്ങളെ പരിപോഷിപ്പിക്കുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സാമ്പത്തികമായിട്ട് അവിടെ നിന്ന് എണ്ണ ഊറ്റിയെടുക്കണം. ഇവിടെ ഒരു പശ്ചാത്തലം കൂടി അജിംഷാദ് മനസ്സിലാക്കണം. കാരണം ഇപ്പൊ പൊടുന്നനെ ഒരു അറ്റാക്കിന്റെയും പ്രശ്നത്തിലേക്ക് അമേരിക്ക പോകാൻ കാരണം എന്താണ്? അതായത് അവരുടെ കപ്പൽ തടഞ്ഞു വെക്കുക, ചെറിയ ആക്രമണം നടത്തുക, ഡ്രോൺ ആക്രമണം നടത്തുക, ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകാൻ കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിലെ എണ്ണവിലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിലെ എണ്ണവില $60 താഴേക്ക് പോയി. ആ $60 ഇപ്പൊ ഇന്ന് ലോക മീഡിയയിലെല്ലാം വാർത്തകൾ വന്നിരിക്കുന്നത് ഗോൾഡ്, സിൽവർ, കോപ്പർ, ക്രൂഡ് ഓയിൽ, പിന്നെ ഉൾപ്പെടെ ഗ്യാസിൽ ഉൾപ്പെടെ പ്രകൃതി എല്ലാത്തിൻ്റെയും വില വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അടുത്ത ആഴ്ച മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ക്രൂഡിൻ്റെ വില $65 വരാം എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും $70 ആ ഒരു റേഞ്ചിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു താല്പര്യം കൂടിയുണ്ട്. അമേരിക്കയാണ് ലോകത്തിന്റെ എല്ലാ എണ്ണയുടെ അടക്കമുള്ളവർ ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ പറയാറുള്ളത് പോലെ അമേരിക്കയോടുള്ള ദേഷ്യം, ഭീഷണി ഒഴിവാക്കാൻ, ലൂട്ട് ചെയ്ത് കളയാൻ ചില തന്ത്രമാണ് ഈ ജനാധിപത്യം അതിൻ്റെ ഉള്ളിലുണ്ട്, അമേരിക്കയെ പോലും എതിർക്കാനുണ്ട് എന്നൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് ജനപ്രതിനിധികളാണ് മെഗവേണൊക്കെ പറയുന്നത്. കാരണം ആരോഗ്യ ഇൻഷുറൻസും ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങൾക്കും ചിലവഴിക്കാൻ പണമില്ലെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞ ട്രംപാണ് ഈ വിധത്തിൽ യുദ്ധത്തിന് പണം ചിലവാക്കുന്നത്. ഈ ചോദ്യങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ ശക്തമാകില്ലേ ട്രംപിനെതിരെ? അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്കയുടെ രാഷ്ട്രീയം, അമേരിക്കയിലെ ആളുകളുടെ താല്പര്യങ്ങൾ, അമേരിക്കയിലെ ഇപ്പോൾ ഡെമോക്രാറ്റുകൾ, റിപ്പബ്ലിക് ആവട്ടെ, ഏതാണെങ്കിലും ഇത്തരത്തിൽ ചില പ്രതിഷേധങ്ങളും ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളും ഒക്കെ ഉയർത്തും എന്നല്ലാതെ പൊതുവിൽ അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കുന്നതിൽ അമേരിക്കൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇപ്പോൾ ഗസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ സംബന്ധിച്ച് അവിടെ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്, ശരിയല്ലേ? ന്യൂയോർക്കിലും വാഷിങ്ടണിലും ഒക്കെ റാലികളും സംഭവങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതുപോലുള്ള ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അമേരിക്കൻ ഇക്കോണമിയിലും, അമേരിക്കയുടെ താല്പര്യം ഇക്കണോമിക്കാണ്, സാമ്പത്തികമാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക ലോകത്തെ നേരിടുന്നത് തന്നെ, ലോകത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെയും എണ്ണ വിപണിയുടെയും ആയുധ വിപണിയുടെയും മറ്റെല്ലാ ചരക്കുകളുടെയും കാര്യത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കയ്യിലാണ്. അത് കൈവിട്ട് കളിക്കാൻ ഒരു അമേരിക്കക്കാരനും താല്പര്യമില്ല. അപ്പൊ അമേരിക്കൻ പൊതുസമൂഹത്തിൽ കാരണം അതിന്റെ ക്യാപിറ്റലിസ്റ്റ് താല്പര്യം അത്ര വലുതാണ് അല്ലേ? അല്ല ക്യാപിറ്റലിസ്റ്റ് അവരുടെ താല്പര്യം മൂലധനത്തിൻ്റെ താല്പര്യമാണ്, ഫിനാൻഷ്യൽ ഇതിൻ്റെ താല്പര്യമാണ്. അവരുടെ താല്പര്യം ആഗോള സാമ്പത്തിക ശക്തിയായി തന്നെ നിൽക്കുക, ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായി ലോകത്ത് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ള താല്പര്യം അമേരിക്കൻ പൊതുസമൂഹത്തിനുണ്ട്. അത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒറ്റപ്പെട്ട ചില ഇങ്ങനെയുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ആശയം എന്നുള്ളതിനോട് വല്ലാത്ത ഒരു പ്രതിപത്തി പുലർത്തുന്ന ഒരു ഇത്രയും ഭയങ്കരമായ ഒരു രാജ്യം ഒരുപക്ഷെ ലോകത്ത് വേറെ ചാർലി ചാപ്ലിനൊക്കെ തന്നെ അവസാന വാക്കുപോലെ പറയുന്നത്, അദ്ദേഹത്തിനോടുള്ള ശത്രുത പൂർത്തീകരിക്കാൻ അവസാന വാക്കുപോലും പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് എന്നാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അത്രയൊരു ഭീകര വാക്കായിട്ടാണ് അമേരിക്കയ്ക്കുള്ളിൽ അതാണ് നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മുടെ ശ്രീ ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നാർക്കോ കമ്മ്യൂണിസ്റ്റ് എന്ന് പ്രയോഗിക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ നമ്മളിവിടെ എന്താ ഇപ്പൊ മോഡി ഭരണകൂടം ചെയ്യുന്നത് എന്താ? ആരെങ്കിലും ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അർബൻ നക്സലാണ്, ഉടനെ പറയണം അർബൻ നക്സൽ. ഒരു ചെറിയ ഇങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ നടത്തിയുള്ള ആളുകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയാണ്. അപ്പൊ നാർക്കോ കമ്മ്യൂണിസ്റ്റ് ഒരുപക്ഷെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നീക്കം എല്ലാ രാജ്യങ്ങളും നടത്തേണ്ടതാണ്, മയക്കുമരുന്ന് ഇല്ലാതാക്കേണ്ടതാണ്. ലാറ്റിൻ അമേരിക്കയിൽ പോകുന്നത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്. ആ ദാരിദ്ര്യം ഉണ്ടാക്കിയത് അമേരിക്ക പോലെയുള്ള ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ഉപോൽപ്പന്നം എന്ന നിലയിലാണ്. അതിനെതിരായി ഫൈറ്റ് ചെയ്യുന്നവരാണ് ഇടതുപക്ഷക്കാർ അല്ലേ? ഇപ്പൊ ചുരുട്ട്
അല്ല, ചുരുട്ട് വലിക്കുന്ന ഫിഡൽ കാസ്ട്രോയും അതുപോലെ അവരെ നമ്മുടെ ഇവരെയൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? അവരെല്ലാം മയക്കുമരുന്നിൻ്റെ ആളുകളാണ്. അവർക്ക് തലയ്ക്കെന്തോ കുഴപ്പമാണ്. അവരൊന്നും ഈ രീതിയിൽ ഒരു ഇടതുപക്ഷ ആശയമുള്ള ആളുകൾ ചിത്രീകരിച്ച് അവരൊരു ബാഡ് ലൈറ്റിൽ നിർത്തുക. ഇത് ഒരു താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ PR എക്സർസൈസും അവരുടെ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനുമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെ ഇടതുപക്ഷ ആശയങ്ങൾ പുലർത്തുന്നതാണ്. അവൻ അർബൻ നക്സലാണ്, അവൻ നക്സലാണ്, അവൻ നാർക്കോ കമ്മ്യൂണിസ്റ്റാണ്. അവൻ കഞ്ചാവും വലിച്ചുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ബോധക്കേട് പറയുന്നു. ഒരേ രീതിയിൽ സംസാരിക്കും. ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഏതെല്ലാം സമയത്ത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ട്രംപിനെന്തോ വല്ലാത്തൊരു ചതുർത്ഥിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും അയാൾ കമ്മ്യൂണിസ്റ്റ് ഒക്കെ. അതേസമയത്ത് ചൈന നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചൈനയുടെ മുമ്പിൽ മാത്രമാണ് അല്പം മുട്ടുകൊടുക്കുന്നത്. ചൈന എടുത്ത് കളിക്കാൻ പോയിട്ട് എന്തായെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതൊക്കെ ഈ ഏത് രാജ്യത്തേക്കും കടന്നു വരാമെന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. ആർക്കെതിരെയും ഞങ്ങൾക്ക് എന്ത് ചെറ്റത്തരവും കാണിക്കാമെന്നുള്ള നിലയിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു. പിന്നെ ഡോളറിനെ പ്രതിഷ്ഠിക്കുന്നതിന് ഡോളർ നേരിടുന്ന പ്രതിസന്ധി, ഇതെല്ലാം അമേരിക്കയുടെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇന്റേണൽ പൊളിറ്റിക്സിനെയും ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനും അമേരിക്കയുടെ പ്രതിസന്ധിയിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ മാറ്റാനും ഒപ്പം തന്നെ എണ്ണശേഖരം ഉൾപ്പെടെയുള്ള വിപണികളെ നിയന്ത്രിച്ചുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി മറികടക്കുന്നതിനും വേണ്ടി അമേരിക്ക നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വെനിസ്വേല ആക്രമണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇന്ന് അപലപിക്കണം. ശ്രീ എം ജയചന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇനി ഉയരുന്നത് ഈ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതിരോധമാണ്. ശക്തമായി ജനാധിപത്യ മാർഗത്തിലുള്ള പ്രതിരോധം. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു റൂൾ ഓഫ് ലോയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക്, ഈ ചട്ടപ്രകാരമുള്ള ഒരു ലോകക്രമത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന നീക്കത്തിനെതിരായ അമേരിക്കയെ തോൽപ്പിക്കാവുന്ന സംഘശക്തി കാട്ടേണ്ടതുണ്ട്. സംഘടിതമായ ശക്തി കാട്ടേണ്ടതുണ്ട്. സംഘടിതമായ ശക്തി കാട്ടേണ്ടതുണ്ട്. അതെ, അതിന് കഴിഞ്ഞ വർഷം നമ്മൾ ലോകം കണ്ട മറ്റൊരു ഉദാഹരണമുണ്ട് ജിംഷാദെ. പിന്നെ ഇറാനിൽ അമേരിക്ക ബോംബ് വർഷിച്ച അതിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രസ്താവന വന്നു. ചൈനയുടേതായിരുന്നു പ്രസ്താവന. ചൈന പറയുകയാണ്, അതിൽ വ്യക്തമായി പറയുന്നത് വി ആർ അമംഗ് P5 എന്ന് പറഞ്ഞാണ് ആ പ്രസ്താവന തുടങ്ങുന്നത്. P5 എന്ന് പറഞ്ഞാൽ പെർമനന്റ് 5 സെക്യൂരിറ്റി കൗൺസിലിലെ 5 പെർമനന്റ് സ്ഥിരാംഗങ്ങളിൽ ഒരാളാണ് ഞങ്ങളും എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ആ സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതോ ഒരു പ്രധാനപ്പെട്ട സമ്മേളനം, പ്ലീനമോ മറ്റാണെന്ന് തോന്നുന്നു, ചേരുന്ന സമയവും കൂടെയാണ്. എന്നിട്ട് പറയുകയാണ് ചൈനയുടെ പിന്നെ ലോക താല്പര്യത്തിൽ അധിഷ്ഠിതമായ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കുക, കഴിയുന്നത് ഇടപെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അമേരിക്ക ഇറാനിൽ ഇപ്പോൾ കാണിക്കുന്നത് നഗ്നമായ ജനാധിപത്യ ധ്വംസനമാണ്. അതിനെ അങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. അടിയന്തരമായി ഈ മിസൈൽ ആക്രമണം അമേരിക്ക അവസാനിപ്പിക്കണം എന്ന് ചൈന ആവശ്യപ്പെടുകയാണ്. 3-മത്തെയോ 4-മത്തെ ദിവസമാണ് ഈ പിന്നെ ആഹ്വാനം ചൈനയിൽ നിന്നുണ്ടാകുന്നത്. അതിന്റെ അടുത്ത ദിവസം അമേരിക്കയുടെ ഷെൽ വർഷം റോക്കറ്റ് ആക്രമണം ഇറാനിൽ അവസാനിച്ചു. ഇത് കഴിഞ്ഞ വർഷം ലോകം കണ്ട അനുഭവമാണെന്ന്. ചൈനയുടെ സ്ഥിരമായ നിലപാട് അതാണ്. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരെ നിർബന്ധിച്ച് ഇറക്കിയാൽ പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയുന്ന സ്വഭാവമുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ തെളിയിച്ചത് കഴിഞ്ഞ വർഷം ഇറാനിലെ ഈ അമേരിക്കയുടെ ബോംബ് വർഷത്തിന്റെ സമയത്തായിരുന്നു. കൃത്യമായ ഫലം കാണുകയും ചെയ്തു. അപ്പൊ അതുപോലെ ഇന്ന് പിന്നെ മധുരയെ തട്ടിക്കൊണ്ടതിന് ശേഷം ഉച്ചയോടെ പിന്നെ പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റാണ് വെനിസ്വേലയിൽ ആ ചുമതല വഹിക്കുന്നത്. ആ സഖാവ് പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്, മധുരയും ഭാര്യയും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിന് അമേരിക്ക തെളിവ് തരണം. ചെറിയ വാചകമൊന്നുമല്ല. പിന്നെ ഉന്നയിക്കപ്പെട്ട വാചകത്തിന്റെ കനം, ആഴം അത്ര ഗൗരവമുള്ളതാണ്. തങ്ങളുടെ പ്രസിഡന്റും ഭാര്യയും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതിന് US തെളിവ് തരണം എന്ന് വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന നില വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ കാര്യങ്ങളാണ്. അത് ഞാൻ വളരെ നോട്ട് ചെയ്തു. ഇപ്പോൾ ശ്രീ എം ജയചന്ദ്രനെ പോലെയുള്ളൊരു മുതിർന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകൻ ആ വൈസ് പ്രസിഡന്റിനെ സഖാവ് എന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പോൾ അത്തരത്തിലൊരു വികാരം, ലോകക്രമത്തിൽ നീങ്ങുന്ന ഒരു വികാരം ഇന്ത്യയിൽ നിന്നും ഉടലെടുക്കുന്നുണ്ടോ ഈ പശ്ചാത്തലത്തിൽ? സജീവൻ,
തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്നത് പോലും ഇതിന്റെ ഭാഗമാണ്. കാരണം നമ്മള് സാധാരണ ഇതിൽ നമ്മളെ ബാധിക്കാത്തൊരു കാര്യമാണല്ലോ. ഏതോ ഒരു രാജ്യത്തെ ഏതോ ഒരു ഭരണാധികാരിയെ മറ്റേതോ രാജ്യം തട്ടിക്കൊണ്ടുപോയി എന്നത് വേണ്ട ആ രീതിയിൽ കാണാം. നമുക്ക് എന്താണ് കാര്യം? നമ്മൾ എന്തുകൊണ്ടാണ് വെനസ്വേലയുടെ ഈ പ്രശ്നം, മധുരയുടെ ഈ പ്രശ്നം ഇത്രയും ശക്തമായ രൂപത്തിൽ ചർച്ച ചെയ്യുന്നത്? കാരണം ഇത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തികച്ചും എതിരായിട്ടുള്ള ഒന്നാണ്. അതായത് ഒരു രാജ്യത്തെ ഭരണാധികാരി പ്രസിഡന്റിനെ ജനങ്ങൾ മഡൂറോ എന്ന് പറയുന്നത് സ്വയം ഏകാധിപത്യത്തിലൂടെ വന്ന ആളല്ല, പട്ടാള അട്ടിമറിയിലൂടെ വന്ന ആളല്ല. അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പേ തന്നെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അദ്ദേഹം ഭരണത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ്. ഷാവേസിന്റെ കാലത്ത് അദ്ദേഹം ഭരണത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അത് ഇദ്ദേഹത്തിന് പിന്തുടർച്ചക്കാരനായിട്ട് പിന്നീട് ജനം തെരഞ്ഞെടുക്കപ്പെടുകയാണ്. മൂന്നാമത്തെ തവണ ജനം തെരഞ്ഞെടുക്കണമെങ്കിൽ ആ ഭരണാധികാരി അത്ര മോശക്കാരനാവണമെന്നില്ലല്ലോ. 3 തവണ തെരഞ്ഞെടുത്തു. അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ മറ്റൊരു രാജ്യം തട്ടിക്കൊണ്ടുപോകുന്നു. ആ രാജ്യത്ത് വേണമെങ്കിൽ ഒരു വലിയ കലാപമുണ്ടായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ട് ഒക്കെ അട്ടിമറിക്കുന്ന, ജനങ്ങൾ അട്ടിമറിക്കുന്ന ഒന്നാണെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാം. അത് വളരെ ശരിയാണ്. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ശ്രീ ജോസഫ് ആന്റണി ചുരുക്കിയത്. കാരണം ഈ BBC-യിലും CNN-ലും അടക്കമുള്ള പല നിരീക്ഷകരും അവരുടെ ചർച്ചകളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇതാണ്. ഈ ആക്ഷൻ, അമേരിക്കയുടെ ഈ ആക്ഷൻ, ഈ അതിക്രമം, അതിന് എതിരായി ഒരു വലിയ വികാരം എവിടെ വെനസ്വേലയിൽ തന്നെ ഉണ്ട്. കാരണം പ്രതിപക്ഷമടക്കം ആരും ഇതിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം കാണുന്നില്ല എന്ന് നിരീക്ഷിച്ച നിരവധി നിരീക്ഷകരുടെ വാക്കുകൾ ഞാൻ കേട്ടു. അപ്പോൾ ഇനി എന്തായിരിക്കും ഈ ലോകക്രമം? ഇറാൻ, ചൈന, ഒപ്പം റഷ്യ അടക്കം, പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഒക്കെ രംഗത്തെത്തുമ്പോൾ അമേരിക്ക ഒരുപക്ഷെ മുട്ടുമടക്കുമോ? അല്ല, അമേരിക്ക നയിക്കപ്പെടുന്ന നയമെന്ന് പറയുന്നത് സാമ്രാജ്യത്വ നയമാണ്. ആ സാമ്രാജ്യത്വ നയമാണ് ഇവിടെ നേരത്തെ സൂചിക്കാണിച്ച പോലെ ഇതൊരു ഈ റഷ്യയും ചൈനയും ഒക്കെ ഉണ്ടെങ്കിലും നിലവിൽ ഫലത്തിൽ പ്രയോഗത്തിൽ വരുമ്പോൾ ഇതൊരു ഏകധ്രുവ ലോകത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ളത് ഇറാനിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ വെനസ്വേലയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്നു. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ രാജ്യങ്ങൾക്കൊന്നും ആവുന്നില്ല. യൂറോപ്പ് അമേരിക്കയുടെ പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണൊരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നമ്മുടെ കണ്ണിൽ വന്ന് കുത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് വെനസ്വേലയാണെങ്കിൽ നാളെ കൊളംബിയയിൽ പോകാം, നാളെ മെക്സിക്കോയിൽ പോകാം, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കാം. ശ്രീ ജോർജ് ജോസഫ്, അത്തരമൊരു ബോധം ഇപ്പോൾ ജോസഫ് ആന്റണി നിരീക്ഷിച്ചതുപോലെ ഒരു ബോധം ഈ അമേരിക്കയുടെ ഇത്തരം പ്രവർത്തികളെ ഈ ഘട്ടത്തിൽ തടയുന്ന രീതിയിലേക്ക് കൾമിനേറ്റ് ചെയ്യാമോ? അതോ മുൻപൊക്കെ കണ്ടതുപോലെ മറ്റൊരു രീതിയിൽ അമേരിക്കയുടെ ജയം സാധ്യമാക്കുന്ന തരത്തിലേക്ക് നീങ്ങുമോ ഇപ്പോഴത്തെ ലോകം, പ്രത്യേകിച്ച് അമേരിക്കയുടെ സാമ്പത്തികമായ ക്ഷയം ഉൾപ്പെടെ നോക്കിയാൽ? അജിംഷാദെ, അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ താല്പര്യം ക്യാപിറ്റലിസത്തിൻ്റെ അടുത്ത ഫോമായിട്ടുള്ള സാമ്രാജ്യത്വ വികസനം എന്ന് പറയുന്ന സാമ്രാജ്യത്വം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ട്രംപ് ഭരണകൂടെ പോവുകയാണ്. ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ തന്നെ എന്താ പറയുക, കാനഡ ഞങ്ങളുടെ 51ാമത്തെ സ്റ്റേറ്റായിട്ട് ഞങ്ങൾക്ക് തീർക്കാം, മെക്സിക്കോ ഞങ്ങൾ കീഴടക്കും, ഗ്രീൻലാൻഡ് ഞങ്ങൾ പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പ്രസിഡന്റാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അദ്ദേഹത്തിൻ്റെ ഒരു തീർച്ചയായും. പക്ഷേ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന നിലയിൽ അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് ചെവി കൊടുക്കാൻ ഇനി ഈ ലോകക്രമം നിലനിൽക്കില്ല എന്ന വസ്തുതാപരമായ യാഥാർത്ഥ്യം പല ഘട്ടങ്ങളിലുമുണ്ട്. അതിന് ബലം നൽകുന്നത് അമേരിക്കയുടെ സാമ്പത്തികമായ ശേഷിയുടെ കുറവ്, ചൈന അടക്കമുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ട്. USSRന്റെ അഭാവം വലിയ അർത്ഥത്തിൽ നാടിനെ, ലോകത്തെ വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ട്രംപ് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അടക്കമുള്ളവ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.